ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് കുക്കിംഗ് ആൻഡ് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മുടി നന്നായിട്ട് വളരുവാനുള്ളൊരു എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ സുഹൃത്താണ്. ഇവളുടെ മുടിയുടെ രഹസ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു തന്ന ഒരു ടിപ്സാണിത്. ഈ എണ്ണ ഞാനിപ്പോൾ 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല മുടി കൊഴിച്ചിലും നീളം കുറഞ്ഞ മുടിയുമായിരുന്നു. ഇവള് പറഞ്ഞു തന്ന എണ്ണ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങളും ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഉപകാരപ്രദമാകുന്നൊരു എണ്ണയാണിത്. മുടിയിലെ താരനും മുടി കൊഴിച്ചിലും പിന്നെ മുടി നന്നായിട്ട് വളരുന്നതിനും വളരെയധികം ഉപകാരപ്രദമാകുന്നൊരു എണ്ണയാണിത്. അപ്പോൾ നമുക്ക് ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ആര്യവേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. മുടി കൊഴിച്ചിൽ തടയുന്നതിന് ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്നൊരു ഇല കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ അരയ്ക്കാൻ പോകുന്നത് ചെമ്പരത്തിയുടെ പൂവാണ്. ഞാനിവിടെ ഒരു 10 പൂവാണ് എടുത്തിട്ടുള്ളത്. ഇതും മുടി നന്നായിട്ട് തഴച്ച് വളരുവാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂ വളരെയധികം സഹായകരമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ കൂടി ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരിവേപ്പിൻ്റെ ഇലയുടെ അതിലോട്ട് ഇതും ചേർത്ത് കൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ കറ്റാർവാഴയുടെ 2 തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മഞ്ഞക്കര കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അതിലോട്ട് ഇതും ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ഒരു ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എണ്ണ കാച്ചാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ആട്ടിയ വെളിച്ചെണ്ണയാണ് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത്. എണ്ണ കാച്ചാനായിട്ട് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എണ്ണ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം ടൈം എടുക്കും ഈ എണ്ണ ഒന്ന് റെഡിയാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. എണ്ണയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു പച്ച നിറമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ ആയി. എണ്ണയുടെ നിറമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എണ്ണയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എണ്ണയുടെ നിറം നന്നായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ഏകദേശം ആയി തുടങ്ങി. 1 മണിക്കൂറൊക്കെ ആവാനായി. എണ്ണയ്ക്ക് നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. എണ്ണ ചൂടാറാനായിട്ട് ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടിയിലെ താരനൊക്കെ മാറാനായിട്ട് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണ കൂടിയാണ് ഇത്.
മുടിയുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വല്ല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ എണ്ണ വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മുടിയുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.